തൃശൂരിൽ പ്രചരണങ്ങൾ കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കുമ്പോൾ ബൈക്ക് റാലിയുമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജൻ കെ പല്ലൻ. അതിലേക്ക് ഹരീഷ്, കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കുന്നു. മണിക്കൂറുകൾ മാത്രമാണ് ഇനി പരസ്യ പ്രചാരണത്തിനുള്ളത്. അതിനുശേഷം നിശബ്ദ പ്രചാരണമാണ്. പരമാവധി വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. വിവരങ്ങൾ എങ്ങനെയാണ് തൃശ്ശൂരിലെ കാഴ്ചകൾ? അവസാന ഘട്ടത്തിലും പരമാവധി സ്ഥലങ്ങളിലേക്ക് എത്തി ആളുകളോട് വോട്ട് അഭ്യർത്ഥിക്കുകയും ആളുകളെ കാണുകയും ചെയ്യുകയാണ് തൃശ്ശൂരിലെ ഓരോ സ്ഥാനാർത്ഥികളും. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലനൊപ്പമാണ്. അദ്ദേഹം ബൈക്ക് റാലിയുമാണ് ഇപ്പോൾ ഈ അവസാന ദിവസം എത്തിയിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും മുൻഭാഗത്ത്, അദ്ദേഹത്തിന്റെ മുൻഭാഗത്ത് ഒരുപാട് ബൈക്കുകൾ, ഇരുചക്ര വാഹനങ്ങൾ റാലിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് വശങ്ങളിലുമുള്ള ആളുകളൊക്കെ അദ്ദേഹം കൈവീശി കാണിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയുമാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് എത്താനുള്ളൂ. ആ ഒരു അവസാന ഘട്ടത്തിൽ, ആ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രചരണം കൊഴുപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. എത്രത്തോളം പ്രതീക്ഷ ഈ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ഉണ്ട് എന്ന് നമുക്ക് ചോദിക്കണം. രാജേട്ടാ, ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കൊട്ടിക്കലാശത്തിലേക്ക് എത്താൻ. എന്താണ് ഈ അവസാന നിമിഷങ്ങളിലെ പ്രതീക്ഷ? ഞാൻ സ്ഥാനാർത്ഥിയായ ആ സമയം മുതൽ എനിക്ക് കിട്ടിയ ആത്മവിശ്വാസം, ഊർജം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിലുള്ള എന്നോടുള്ള വിശ്വാസമാണ്. 10-25 വർഷക്കാലം കൗൺസിലറും കുറച്ചു കാലം മേയറുമായി പ്രവർത്തിച്ച കാലഘട്ടത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യ ജനങ്ങൾ ഓർക്കുന്നു. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ ബൈക്കിന് നട്ടുച്ചയ്ക്ക് വെയിലത്ത് ഈ കൊട്ടിക്കലാശം വരെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ കറങ്ങും, ജനങ്ങളെ കാണും, അവരുടെ വിഷയം, അവരുടെ വോട്ട് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്തിരുന്നു മേയറായിരുന്ന സമയത്തൊക്കെ. ഇനി എന്തൊക്കെയാണ് ഇനിയിപ്പോ വിജയിച്ചു വരികയാണെങ്കിൽ ചെയ്യാൻ ബാക്കിയുള്ള തൃശ്ശൂർ നഗരത്തിലെ വികസന പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും പറയാനുണ്ടാവുക? തൃശ്ശൂർ പട്ടണത്തിലെ വളരെ ഗൗരവമായ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുക, അതിരിക്കാനുള്ള നടപടികൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് ഫ്ലൈ ഓവറുകൾ നമുക്ക് ആവശ്യമാണ്. ബഹുമാനായ നമ്മൾ വിട്ടുപോയ ഉമ്മൻചാണ്ടി സാറ് ഫ്ലൈ ഓവറുകൾക്ക് 50 ലക്ഷം രൂപ ടോക്കൺ മണി വെച്ചിരുന്നു. പക്ഷെ നാളിതുവരെ കഴിഞ്ഞ MLA ആരും അത് ഉപയോഗിച്ചില്ല. അതുകൊണ്ട് ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കും. അതുപോലെ തന്നെ അശ്വരി ജംഗ്ഷൻ, പൂങ്കുന്നം ജംഗ്ഷൻ, പാട്രാക്ക് ജംഗ്ഷൻ എല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു ഫ്ലൈ ഓവർ പുതിയതായിട്ട് ആശയം മുന്നോട്ട് വയ്ക്കുകയാണ്. അമ്പല മണ്ണുത്തി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കും. അങ്ങനെ വലിയ വികസന പ്രവർത്തനങ്ങൾ തൃശ്ശൂർ പട്ടണത്തിൽ കൊണ്ടുവരും. അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എത്രത്തോളമായിട്ടുണ്ട്? ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ജനപിന്തുണ അത് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളുമായി 10-25 വർഷം ജനപ്രതിനിധി എന്ന നിലയിലുള്ള ജനങ്ങൾക്ക് എൻ്റെ വിശ്വാസമുണ്ട്. എന്നെ നേരിട്ടറിയാം. ഞാൻ തൃശ്ശൂർക്കാരനാണ്, തൃശ്ശൂർ ജനിച്ചു വളർന്നവനാണ്. വിളിച്ചാൽ വിളിയേക്കുന്ന ദൂരത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ജനങ്ങൾക്ക് എന്നെ അറിയാം. നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ത്രികോണ മത്സരം നടക്കുന്ന സാഹചര്യത്തിൽ മറ്റ് സ്ഥാനാർത്ഥികളും വലിയ പ്രതീക്ഷയിലാണല്ലോ. അപ്പോ അത്തരത്തിൽ ഒരു ശക്തമായ പോരാട്ടം തൃശ്ശൂരിൽ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? എല്ലാ സ്ഥാനാർത്ഥികളും ഏത് കാലഘട്ടത്തിലും നമ്മൾ ശക്തരാണെന്ന് തന്നെ വിചാരിച്ചിട്ട് വേണം ഇലക്ഷനെ ഫേസ് ചെയ്യാൻ. ആരെയും കുറച്ച് കാണാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ആരെയും നമ്മൾ കുറച്ച് കാണത്തില്ല. പക്ഷെ ഞങ്ങൾ വിജയം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. അത് ജനങ്ങൾക്ക് ഞങ്ങൾ വിശ്വാസമുണ്ട്. ജനങ്ങൾ അത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് അങ്ങനെ വലിയ ഒരു ജനാവലി തന്നെ നമുക്ക് തൃശ്ശൂർ റൗണ്ടിൽ കാണാൻ സാധിക്കുമോ? അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ആയോ? ഇപ്പൊ 100 കണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ നട്ടുച്ച നേരത്തെ നമ്മൾ പോകുന്നത്. ഇത് കൊട്ടിക്കലാശത്തിലേക്ക് 4 മണിക്ക് ജോസ് തിയേറ്ററിന് മുന്നിലാണ് ഞങ്ങൾക്ക് കൊട്ടിക്കലാശത്തിന് സ്ഥലം കിട്ടിയത്. 4 മണിക്ക് എല്ലാ വാഹനങ്ങളും നൂറുകണക്കിന് പ്രവർത്തകർ എത്തിച്ചേരും. എന്നാലും വലിയ ആത്മവിശ്വാസമാണ് അവസാന നിമിഷത്തിലും, അല്ലേ? അതെ, ആദ്യം മുതലുള്ള ആത്മവിശ്വാസം ഇപ്പോഴും അവസാന നിമിഷം വരെ ഉണ്ട്. അത് തന്നെയാണ് പറയാനുള്ളത്. അതായത് വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഈ അവസാന ഘട്ടത്തിലും അത്രത്തോളം പ്രവർത്തകർ ഉണ്ടാകും. ഈ കലാശക്കൊട്ടിലേക്ക് എത്തുമ്പോഴേക്കും 100 കണക്കിന് പ്രവർത്തകർ ഇന്ന് കലാശക്കൊട്ടിൽ തൃശ്ശൂർ റൗണ്ടിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വലിയ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകളിലും ഈ രാജൻ ജെ പല്ലൻ, തൃശ്ശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ പറഞ്ഞു വെക്കുകയാണ്. തൃശ്ശൂരിൽ എന്തായാലും പ്രചാരണം കൊഴുക്കുകയാണ്. കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കുമ്പോൾ ബൈക്ക് റാലിയുമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ ഞങ്ങളുടെ പ്രതിനിധി ഹരീഷ് നാരായണനൊപ്പം ചേരുകയായിരുന്നു. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്.